ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയും മനോഹറും പിന്നെ രാഹുലും ഷാരിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്തിനാ മനുമോനെ വിളിക്കുന്നത് എന്നും രാഹുലിൻ്റെ ഷാരിയുടെ ചോദ്യം. അത് കേട്ടതും രാഹുൽ, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് വാടാ. സാരമില്ലമ്മേ, ഞാൻ പോയിട്ട് വരാം, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടാവും, എന്താണെന്ന് അറിഞ്ഞിട്ട് വരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും പിന്നാലെ പോവുക. അപ്പോൾ നമ്മുടെ സരയു, എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെ? എനിക്കറിയില്ല മോളെ, ഒരു കാര്യം ഞാൻ പറയാം, അയാൾക്കിനി ഒരിക്കലും നല്ലതുണ്ടാവില്ല. അയാളെപ്പോലെ ഒരു ദുഷ്ടൻ ഈ ലോകത്തും വേറെ ഉണ്ടാവില്ല. അയാളെ എനിക്കിപ്പോൾ വെറുപ്പാ മോളെ. അയാളെ ചിലപ്പോൾ ഞാൻ കൊന്നു വരും, ചിലപ്പോൾ കൊല്ല കൊന്നു വരും. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓരോന്ന് ഓർക്കുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുക. അത് കേട്ടതും, എന്താ അമ്മേ, അച്ഛനെതിരെ അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം? എനിക്ക് മനസ്സിലായി, സുഖമില്ലാത്ത അച്ഛനെ അമ്മ ഒരുപാട് വെറുക്കുന്നുണ്ടല്ലേ. എന്താ നീ വെറുക്കുന്നില്ലേ? അമ്മേ, ഞാൻ വെറുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മനുവേട്ടനെ പറയുന്ന വാക്കുകൾ കേട്ടോ, അതെല്ലാം കേട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വെറുക്കുന്നത്. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മ വെറുക്കുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഷാരി, മോളെ, ചിലപ്പോൾ ഞാൻ അയാളെ കൊന്നു വരും, കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി അയാൾ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കാണ് സങ്കടം കൂടുന്നത്. അയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല മോളെ, അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു ദ്രോഹിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുക. അപ്പോൾ സരയും ഇങ്ങനെ ആലോചിക്കണം, എന്നാലും ഈ അമ്മ എന്തിനാ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ, എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയും രാഹുലിനെയുമാണ്. എടാ ദേ, എൻ്റെ ഭാര്യയും എൻ്റെ മോളും ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുമ്പോൾ എനിക്ക് ചോര തിളച്ച് വരുന്ന പോലത്തെ ദേഷ്യം വരുന്നേ. എന്ത് ചെയ്യാനാ, ആ വൃത്തികെട്ട കുഞ്ഞ് നിൻ്റേതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്നും കൂടെ ദേഷ്യം കൂടും. എടാ, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ നീ കാശ് ചോദിച്ചില്ലേ, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. നീയും നിൻ്റെ ആ വൃത്തികെട്ട കൂട്ടുകാരുണ്ടല്ലോ ആ സനൽ, അവനും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയടാ. അത് കേട്ടത് മനോഹർ, അതത്ര ഈസിയുള്ള കാര്യമല്ല അച്ഛാ. അതെ അമ്മായിയച്ചോ, ഒന്ന് മനസ്സിലാക്കിക്കോ. അതെ, ഇന്നത്തെ കാലത്ത് പട്ടികളെയും പൂച്ചകളെയും പോലും കളയാൻ പാടില്ല, അതായത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ ഒന്നും കളയാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ, ജീവനോടെയുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് അവസാനം ഞാൻ ജയിലിൽ പോയി കിടക്കണം അല്ലേ? തൻ്റെ മനസ്സിലിരിപ്പ് നടക്കില്ലടോ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, പിന്നെ ഞാൻ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാം. അങ്ങനെ പോകുമ്പോൾ താൻ ആ കുഞ്ഞൊരു ബാധ്യതയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കതിലൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ തുക മുഴുവനും തരണം. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോവാം. എടോ, താൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ വലിയ പാപിയാണെന്നല്ലേ താൻ പറയുന്നേ? ബോധം കെട്ട് കിടക്കുന്ന സ്വന്തം ഭാര്യയുടെ അരികിൽ മറ്റൊരു സ്ത്രീയിലുണ്ടായ തൻ്റെ സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ടെന്ന് വെച്ചത് അത്രയും പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലടോ. ഞാനേ ഇതുപോലെ ജീവിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് വരെ ഞാൻ അവളോടൊപ്പം സ്നേഹത്തോടെ ഉണ്ടാവും. പ്രസവിച്ച് കഴിയുമ്പോഴേ ഞാൻ അവിടെ നിന്ന് മുങ്ങും. എന്നാൽ താൻ ചെയ്തത് അതാണോ? ഒരേ സമയം 2 പെണ്ണുങ്ങളെയല്ലേ താൻ ചതിച്ചത്, അതും ആത്മാർത്ഥമായിട്ട് കല്യാണം കഴിച്ചിട്ട്. എടോ, എന്തിനാടോ ഇങ്ങനത്തെ പണിക്ക് നിൽക്കണേ? താൻ എന്നെക്കാളും വലിയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു രാക്ഷസനുണ്ടായിരുന്നു. ആ രാക്ഷസനെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നവരെയൊക്കെ അയാൾ ഭക്ഷണമാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ തന്നെയും വലിച്ചു കയറും, ഒന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്നും പോവുക. ഈ സമയം മനോഹർ അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുൽ ആലോചിക്കുകയാണ്, ഈശ്വര, ഇവനെ എങ്ങനെ ഒഴിവാക്കും? എൻ്റെ മോളുടെ ജീവിതത്തിൽ കയറി കൂടി ഇവൻ മനുഷ്യൻ്റെ സമാധാനം ഇല്ലാതാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ രാഹുലിൻ്റെ നിപ്പ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും കൂട്ടരെയാണ്. അവർ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, കള്ളല്ല കേട്ടോ, ബ്രാൻഡി. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആട്ടവും പാട്ടവും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മൂങ്ങ ഓടി വരിക, അവിടുത്തെ ഡാൻസ് സൗണ്ടൊക്കെ കേട്ട്. അപ്പം മൂങ്ങയും വിക്രത്തിൻ്റെ ഷർട്ടിലിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ച് ഒപ്പം ഡാൻസ് കളിക്കുക. മൂങ്ങയുടെ ഡാൻസ് ഒരു 1.5 ഡാൻസായി പോയിട്ടോ, നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അവസാനം അവർ ഫോട്ടോയൊക്കെ എടുക്കുക. സെൽഫി. എടാ, ഞാനല്ലേ രാജാവിൻ്റെ അമ്മ, അപ്പം എന്നെയും കൂടെ എടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഈ സമയം അങ്ങനെ എടുക്കുകയാണ്. ഫോട്ടോയൊക്കെ എടുത്ത് അവർ സന്തോഷത്തോടെ ഇങ്ങനെ ആഘോഷിക്കുക. സമാധാനമായി, എന്നാൽ പിന്നെ വാ, ഇനി നമുക്ക് കുറച്ചുകൂടെ കുടിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും ചേഴ്സൊക്കെ പറഞ്ഞ് കുടിക്കുമ്പോൾ നമ്മുടെ രാജപ്പണൻ, എടാ പ്രകാശ,
എന്നാലും നിനക്കൊരു ഭാഗ്യമേ. അത് കേട്ടതും രാജപ്പണ്ണ, ഈ ബാലണ്ണന് ഞാൻ എൻ്റെ ഓഫീസിൽ, അതായത് മാസം 30,000 റുപ്പീസ് എന്നും പറയണം. അപ്പം മൂങ്ങ, അതെത്ര രൂപയാടാ? 30,000 അമ്മേ, 30,000. എൻ്റെ പൊന്നെ, 30,000 രൂപ കൊടുത്ത് നീ ബാലന് ജോലി കൊടുക്കാൻ പോണെന്നോ? അതെ അമ്മേ. അമ്മ കണ്ടോ, ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് മുഴുവനും നമ്മുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എന്നൊക്കെ പറയാം. അത് കേട്ടതും രാജപ്പൻ, എടാ പ്രകാശ, ഞാനും നിന്നെ ഒരുപാട് സഹായിച്ചതല്ലേടാ. എനിക്കും എന്തെങ്കിലും ഒരു ജോലി എൻ്റെ രാജപ്പണ്ണൻ നിങ്ങൾക്ക് ഞാൻ ജോലി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, LK കൺസ്ട്രക്ഷൻ്റെ MD എൻ്റെ മകൻ വിക്രമാണ്. അതുകൊണ്ട് വിക്രമാദിത്യനായിരിക്കും രാജപ്പണ്ണൻ്റെ MD. അങ്ങനെ അപ്പോൾ രാജപ്പൻ വിക്രമാദിത്യനെ നോക്കുക. ഈ സമയം ബാലൻ വിക്രത്തെ നോക്കുക. ഇവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കൊക്കെയല്ലേ അറിയൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു. നേരം പരപരാ വെളുത്തതും പ്രകാശൻ അമ്പലത്തിൽ നിൽക്കുക. അമ്മേ ദേവി മഹാമായേ കാത്തോളണേ, ഈ കല്യാണം ഒരു മുടക്കവും കൂടാതെ നടക്കണേ. ഈ കല്യാണത്തിൽ എന്ത് തടസ്സം ഉണ്ടായാലും അതിൽ നിന്നെല്ലാം രക്ഷിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ്റെ പ്രാർത്ഥന. അപ്പോഴേക്കും പൂജാരി വന്നു. പൂജാരി വന്നിട്ട് തൻ്റെ പേരിൽ അമ്മ വന്ന് സ്വയംവരാർച്ചന കഴിപ്പിച്ചായിരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യേ, എൻ്റെ കല്യാണം നടന്നു കാണാൻ ആ പാവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തിരുമേനി. അതുകൊണ്ടാണ് എപ്പോഴും ഇതൊക്കെ കഴിപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല. ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന അമ്മയുടെ ആഗ്രഹം. ആദ്യത്തെ ദാമ്പത്യം ഇങ്ങനെ പൊട്ടിപ്പാളീസായി പോയതുകൊണ്ട് രണ്ടാമത്തെ ദാമ്പത്യമെങ്കിലും സന്തോഷകരമായിരിക്കണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത്. പിന്നെ തിരുമേനി മറക്കണ്ട, അറിയാലോ ഇവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12:30 അങ്ങോട്ട് വന്നേക്കണം ആര്യാസ് ഹോട്ടലിലേക്ക്. അവിടെയാണ് ഫുഡ്. വെജിറ്റേറിയനുണ്ട്, പ്യൂർ വെജിറ്റേറിയൻ. നോക്കാം എന്നും പൂജാരി. അത് കേട്ടതും പ്രകാശൻ തൊഴുതുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ദീപ അങ്ങോട്ട് വരികയാണ്. ദീപയെ കണ്ടതും വന്നു. എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം മുമ്പിൽ വന്നല്ലേടി നീ. അത് കേട്ടതും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ മുഖത്തേക്ക് താലി വലിച്ചെറിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ കല്യാണം മുടക്കാനായിട്ട് ഞാൻ വരുന്നേ? എനിക്കതിൻ്റെ ആവശ്യമില്ല. എടി, എനിക്കറിയാടി, നീ എൻ്റെ കല്യാണം മുടങ്ങാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാടി. ഞാനേ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമായത്. ഇവിടെ ഞാൻ വരും. നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല ദേവിയെ വന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്നും വന്ന് ദേവിയോട് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ദേവി നടത്തി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാദ്യം കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് എന്നും തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളിതുപോലെയൊക്കെ പറ. എടി, എൻ്റെ ഭാര്യയാകാൻ പോകുന്നത് ആരാന്നറിയാമോ? സാക്ഷാൽ മഹാലക്ഷ്മി. ആ പേരിൽ തന്നെ ഉണ്ടൊരു ഐശ്വര്യം. മഹാലക്ഷ്മി എന്നും എൻ്റെ ജീവിതത്തിൽ പ്രകാശിച്ചു നിൽക്കും. അല്ലാതെ കരിന്തിരി കത്തിയ ദീപത്തെ പോലെയല്ല. നിൻ്റെ പേര് വെറും കരിന്തിരി കരിന്തിരി. എന്നാൽ എൻ്റെ ലക്ഷ്മി എന്നും മഹാലക്ഷ്മിയാണ്. എന്നും കത്തി ജ്വലിച്ചു നിൽക്കുന്ന തീ പോലെ എൻ്റെ മഹാലക്ഷ്മി എന്നും തിളങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഇതാക്കണം. ആയിക്കോട്ടെ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്നും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതുപോലെ തന്നെ തലയുയർത്തിപ്പിടിച്ച് സംസാരിക്കണം. സംസാരിക്കൂടി, സംസാരിക്കാം. ഇതിനേക്കാളും മുകളിൽ ഞാൻ സംസാരിക്കും. തല ഉയർത്തിപ്പിടിച്ച് തന്നെ സംസാരിക്കും. നീ നോക്കിക്കോ. നിൻ്റെ മോൻ പോലും നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്നാൽ ആ മോന ഇന്നെനിക്ക് കല്യാണത്തിന് എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത്. അത് കേട്ടതും അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളെ ഒരമ്മമാർ സ്നേഹിക്കാറില്ല. ഇതുപോലുള്ള മക്കൾ ഉണ്ടാവാതിരിക്കുന്നത് തന്നെ നല്ലത്. അത് കേട്ടതും എടി, നിനക്ക് മരിക്കാൻ നേരം കൊള്ളി വയ്ക്കാൻ ആരും ഉണ്ടാവില്ലടി. എന്നാൽ എനിക്ക് എൻ്റെ മോനുണ്ട്. നിനക്കോ ആരടിയുള്ളത്? അവൻ എനിക്ക് കൊള്ളി വയ്ക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അച്ഛൻ വഴിതെറ്റിച്ച അമ്മയെ തള്ളിപ്പറഞ്ഞ ആ മകനെ എനിക്ക് വേണ്ടേന്താനും. എന്നേ ഞാൻ അവനെ പടിയടച്ച് പിണ്ടം വെച്ചതാ. ഇനി എനിക്ക് അവനെപ്പോലെ ഒരു മോനേ ഇല്ല. പിന്നെ എനിക്ക് മരിച്ചു കിടക്കുമ്പോൾ കൊള്ളി വയ്ക്കാൻ അവൻ വരണമെന്നില്ല. അവൻ എന്നെ കാണാതിരിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ ആത്മാവിന് സന്തോഷം. പിന്നെ 10 മക്കളുടെ ഗുണം ചെയ്യുന്ന ഒരു മരുമകനാണ് എനിക്കുള്ളത്. അവനെ നല്ല മനസ്സുള്ള ഒരു മരുമകനെയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് വിക്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരരുതെന്ന് നിങ്ങൾ അവനോട് പറയണം. അത് കേട്ടതും അല്ലെങ്കിൽ തന്നെ നിന്നെ പുഴുവരിച്ചാലും ആരും കാണാൻ വരില്ലടി. പിന്നെ എങ്ങനെയാ നീ ചത്ത് കിടക്കുമ്പോൾ കാണാൻ വരുന്നത് എന്നൊക്കെ പറയാണ്. എന്നാൽ പിന്നെ സന്തോഷത്തോടെ പോകാൻ നോക്ക് എന്നും ദീപ. അത് കേട്ടതും പോയി തൊഴുതിട്ട് വാ കൊച്ചമ്മേ, തൊഴുതിട്ട് വാ
എൻ്റെ കല്യാണം നിന്ന് പോണെന്ന് പ്രാർത്ഥിച്ചിട്ട് വാ എന്നും. അത് കേട്ടതും ദീപ ദേഷ്യപ്പെട്ടങ്ങ് പോവുക. ഈ സമയം പ്രകാശനും പോയി. പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണി കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ പ്രകാശനും ഇങ്ങനെ വരിക. അപ്പോഴേക്കും ഇത് ദീപയെ അമ്പലത്തിൽ പോയിട്ട് വരിക. അപ്പോൾ ദീപ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. അമ്പലത്തിൽ ഒരുത്തനെ കൂടെ കണ്ടായിരുന്നു, ആ പ്രകാശനെ. ഇന്ന് കല്യാണമല്ലേ അമ്മേ, അതിൻ്റെ സന്തോഷത്തിൽ നടക്കുമായിരിക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ അയാളുടെ കല്യാണം മുടക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാന്നും പറഞ്ഞ് വെറുതെ എൻ്റെ മെക്കിട്ട് കയറുമായിരുന്നു മോളെ. സാരമില്ലമ്മേ, അയാൾ സന്തോഷിക്കട്ടെ. ഇത് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഇന്നെന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാലോ. അമ്മ വരുന്നില്ല മോളെ. ഞാനെന്തായാലും എല്ലാം തകർന്നു നിൽക്കുന്ന പ്രകാശനെ കാണാനേ വരൂ, ഇപ്പം വരില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ കല്യാണം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കിരൺ വന്നു. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ. ഒന്നും പറയണ്ട കിരണേട്ടാ, പോകുന്ന വഴി അമ്പലത്തിൽ വെച്ച് അയാളെ കണ്ടായിരുന്നത്രേ. അയാൾ പറഞ്ഞത് മുഴുവനും കേട്ട് അമ്മ സങ്കടപ്പെട്ട് വന്നിരിക്കുക, തിരിച്ചൊരു മറുപടിയും പറയാതെ. എന്താ അമ്മ ഇത്? അവനൊക്കെ തക്ക മറുപടി കൊടുക്കണം. നമ്മളിങ്ങനെ വായു അടച്ച് നിൽക്കുമ്പോഴാണ് അവനൊക്കെ തലേ കയറുന്നത്. അതമ്മ മനസ്സിലാക്കിക്കോ. എനിക്കറിയാം മോനെ, പക്ഷേ ഞാനെന്താ കരുതിയെന്നറിയാമോ? വെറുതെ ഓരോന്ന് സംസാരിച്ചൊന്ന് സമയം കളയാതെ നമ്മുടെ കാര്യം നോക്കി ഇങ്ങോട്ട് വരിക. ഇന്ന് കല്യാണം നടക്കില്ല എന്നറിയാമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ സന്തോഷിക്കല്ലേ വേണ്ടത്. അത് ശരിയാ കല്യാണി, മുഹൂർത്തമാവാറായി. നീ ചെന്ന് പെട്ടെന്ന് റെഡിയാവ്. ശരി കിരണേട്ടാ, ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം. അപ്പോൾ കിരൺ ആലോചിക്കുകയാണ്, ഇന്ന് ആ പ്രകാശൻ്റെ അവസാനമാണ്, അന്ത്യം കുറിക്കലാണ്. എടാ പ്രകാശ, ഇന്ന് എന്താ അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇന്ന് നീ നാണം കെട്ട് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ആ കാഴ്ച കാണാൻ ഞങ്ങൾ വരുവടാ എന്നും പറഞ്ഞ് കിരൺ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ മണവാളനായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങുക. വിക്രമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാവൂ, എന്തോ പോലെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നു. എൻ്റെ പ്രകാശ, ഇന്ന് കല്യാണമായിട്ട് ഇന്നലെ അത്രയും കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് കേട്ടതും എന്ത് ചെയ്യാനാ ബാലണ്ണ, കുടിച്ചാലല്ലേ പറ്റൂ, കുടിച്ചാലേ ഒരു ധൈര്യം, കുടിച്ചാലേ ഒരു സന്തോഷം. അത് കേട്ടതും നമ്മുടെ ബാലണ്ണൻ, അതിന് അച്ഛനേക്കാളും കൂടുതൽ മോനാണല്ലോ കുടിച്ചത്. അപ്പോൾ വിക്രം ഞെട്ടി, ഈശ്വര, ഇയാളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നാണല്ലോ തോന്നുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട്. അപ്പോൾ പ്രകാശൻ, ഇതെന്ത് വർത്താനമാണോ ബാലണ്ണ? എൻ്റെ മോൻ കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ. അങ്ങനെയുള്ളപ്പോൾ താനയാൾ എൻ്റെ മോനെ കുറ്റം പറഞ്ഞത് ശരിയായില്ല. എൻ്റെ മോനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. സാരമില്ല, ചവിട്ടുകളാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തണം. രാജപ്പണ്ണ എങ്ങനെയുണ്ട്? എൻ്റെ അച്ഛൻ സൂപ്പറായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്. അപ്പോഴേക്കും മൂങ്ങ, ഇപ്പോൾ രണ്ടുപേരും കൂടെ നടന്നു പോയാലേ ചേട്ടനും അനിയനും ആണെന്നേ പറയൂ. അത്രയ്ക്ക് വയസ്സ് കുറഞ്ഞുകൂടാ പ്രകാശ? സത്യമാണോ അമ്മ പറയുന്നത്? എടാ സത്യമാണെന്ന്. രാജപ്പണ്ണ സത്യമാണോ? പിന്നെ അല്ലാതെ, നിൻ്റെ അമ്മയും നിൻ്റെ മോനൊക്കെ പറയുന്നത് സത്യമാടാ. നിന്നെ കാണുമ്പോൾ ഇപ്പോൾ ഒരു 10-30 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പൻ ഇങ്ങനെ സോപ്പിടുക. ഈ സമയം പ്രകാശൻ മാലയൊക്കെ ഇട്ട് ഭംഗി നോക്കുക. ഭംഗി എത്ര പോരാന്ന്. എടാ മോനെ, സുന്ദര കുട്ടപ്പനായിട്ടുണ്ടടാ. എന്നാൽ പിന്നെ നമുക്കൊരു സെൽഫി എടുക്കാന്നേ എന്നും പറഞ്ഞ് അവർ സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ബൈജുവിനെയാണ്. ബൈജു തൻ്റെ സ്റ്റിക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദീപ വന്നു. ദീപ വന്നതും ബൈജുവിനോട് ചോദിക്കുക, എന്താ ബൈജു, കല്യാണത്തിന് പോകുന്നില്ലേ? എന്തിന്? അവിടെ പോയ ആ പ്രകാശൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് കലി കയറും. പിന്നെ ദീപേച്ചി, ഞാനും പാറും മിണ്ടാതിരിക്കില്ല. പാറുമോളുടെ സ്വഭാവം അറിയാമല്ലോ. അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ എന്ത് കിട്ടിയാലും അതുകൊണ്ട് അവൾ അടിക്കും. ചിലപ്പോൾ ആ പ്രകാശൻ്റെ മുൻപിൽ വെച്ച് കയ്യിൽ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാം. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. പിന്നെ ഈ കല്യാണം നടക്കില്ലെന്നറിയാമല്ലോ, അതുകൊണ്ട് തീരെ പോകാൻ തോന്നുന്നില്ല. അല്ല മോനെ, എന്തൊക്കെയായാലും അയാൾ ഒരുപാട് അഹങ്കാരം പിടിച്ച് നടക്കുക. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അമ്മയും മകനും ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട്. ആ അഹങ്കാരം മുഴുവനും ഇല്ലാതാകണം മോനെ. അതിനു വേണ്ടിയുള്ള സമയങ്ങൾ അടുത്തു കഴിഞ്ഞു. പ്രകാശിൻ്റെ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ ബൈജുരുന്ന് ചിരിക്കുക. അതേ ദീപേച്ചി, ഇനി നടക്കാൻ പോകുന്നത് ഭയങ്കര ട്വിസ്റ്റോട് കൂടിയുള്ള കാര്യങ്ങളാണ്. ഞാൻ കല്യാണത്തിന് പോവില്ല, പക്ഷേ
ഇത്രയും നാളും അഹങ്കരിച്ച് നടന്നിട്ട് ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പ്രകാശനെ കണ്ട് സന്തോഷിക്കും. അവൻ്റെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറയും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും കല്യാണിയും കിരണും ബൈജുവും ഒക്കെ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രകാശൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിപ്പിച്ചിരിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയണത് കേട്ടതും അതേ മോനെ ഒരുപാട് സഹിച്ചു. അയാൾ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ചു വീശിയതിന് ശേഷവും എനിക്കൊരു സമാധാനം തരുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ദീപേച്ചി പേടിക്കണ്ട. ഇന്ന് നമുക്ക് പ്രകാശനെ കാണാൻ പോവാം. കല്യാണം മുടങ്ങി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രകാശനെ. അത് കേട്ടതും ദീപ സന്തോഷത്തോടെ ബൈജുവിനെ നോക്കുവാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ